ഹായ് ഗായ്സ്, തൊഴിൽ മീഡിയയിലേക്ക് നമ്മുടെ ഫസ്റ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ വന്നത് നമ്മളത് ബിഗ് ബോസ് പ്രൊമോ ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നാളായി വന്നിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ബിഗ് ബോസ് പ്രൊമോ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ, അത് നമുക്കതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് പറയാനുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 8, അപ്പോൾ അത് വരുന്നത് അതിൻ്റെതായ സമയത്ത് വരും. അതങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നാണ് നമ്മൾ അന്ന് പറഞ്ഞ് കേട്ടത്. എല്ലാം ബിഗ് ബോസ് പ്രൊഡിക്ഷൻ ലിസ്റ്റിൻ്റെ ഭാഗമാണ് ഗെയിം. ഇപ്പോൾ മെസ്സി തോറ്റു, മറ്റേ ടൈം ജയിച്ചു സ്പെയിൻ. അതുപോലെ തന്നെയാണ് ഗെയിമിൻ്റെ എല്ലാ പശ്ചാത്തലവും എതിരാളികൾ എന്നാണ് പറയാറ്. ഇവിടെയും ഒരു എതിരാളികൾ ഉണ്ടാവും, അതിന് സമാനമായ ഒരു ഗെയിം പാറ്റേൺ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് എന്ന ഒരു ചരിത്രം നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കും. അത് നമ്മുടെ മുന്നിൽ റിലീസ് ചെയ്യാൻ ചില ദിവസങ്ങൾ, ചില മണിക്കൂറുകൾ, 21 മെയ് 2026 ഇത് സംഭവം ചെയ്തു. അപ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും, എല്ലാ എപ്പിസോഡും തുടങ്ങും എന്നതാണ് ഇതിൻ്റെ. മോഹൻലാൽ തന്നെ ഇതിൻ്റെ ഹോസ്റ്റായിട്ട് തന്നെ വരുമെന്ന റിപ്പോർട്ടൊക്കെ നേരത്തെ കിട്ടി. അപ്പോൾ ഇത് തുടങ്ങുന്ന ദിവസം, നമ്മുടെ 8 തുടങ്ങുന്ന ദിവസത്തെക്കുറിച്ച് കുറേ പേർ പറയുന്നതുണ്ടായിരുന്നു. ഡേറ്റ് സെപ്റ്റംബറിൽ ചിലപ്പം തുടങ്ങാൻ സാധിക്കും. 6 ഇത് സ്റ്റാർട്ട് ചെയ്യും. കാരണം ഒരുപാട് കണ്ടസ്റ്റൻസ് ഇതിലേക്ക് വരാൻ എത്തുന്നു എന്നതാണ് ഞാൻ കണ്ട സമയം. നമുക്കൊരു പ്രൊമോ കണ്ട്, ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ കണ്ട് നമുക്കിതിനെക്കുറിച്ച് വാദോരതായി സംസാരിച്ച് ഇരിക്കാം. കാരണം അതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നി. കാരണം ബിഗ് ബോസ് എന്ന ഒരു അബ്സ്റ്റാൻഡ് മൂഡിൽ നമ്മൾ ഒരു സംഭവം കാണുമ്പോൾ അതിൻ്റെതായ ബിഹേവും അതിൻ്റെതായ കോൺസ്പിറസിയും ബിഗ് ബോസ് ഷോയിൽ ഉണ്ടാവാറുണ്ട്. നമുക്ക് അത് നോക്കാം. ഒരു മാസ് പ്രൊമോ ആണ്. ഒരു ഗ്രന്ഥാലയം, ഒരു പഴയ ഗ്രന്ഥാലയം പോലത്തുള്ള ഒരു രാജാ സെറ്റപ്പ്, ഒരു ഗൗരവ രൂപമാണ് ലാലേട്ടൻ. പഴയ സ്റ്റോറികളെ തപ്പുന്ന ലാലേട്ടൻ. പ്രജകളുടെ സന്തോഷമാണ് രാജാവിന്റെ സന്തോഷം. അവരുടെ ക്ഷേമമാണ് രാജാവിന്റെ ക്ഷേമം. സ്വന്തം താല്പര്യങ്ങൾക്കല്ല, പ്രജകളുടെ താല്പര്യങ്ങൾക്കാണ് രാജാവ് മുൻഗണന നൽകേണ്ടത്. But I am not the king. I am the kingmaker. Big boss. ഉടനെ അധികാരം. അതൊരു വലിയ കലക്കിയൊരു ബിഗ് ബോസ് ടോണാണ്. സംഭവം കലക്കി കമ്മിങ്സ് എന്നും പറഞ്ഞ് ആ ഒരു ഷോ ഇവിടെ പ്രൊമോ. ഇതൊരു ബിഗ് ബോസിൻ്റെ തന്നെ ചരിത്രമായ ഒരു ബിഗ് ബോസ് ഷോ രണ്ടാമതായിട്ടത്രേ ഈ പ്രൊമോ പുറത്ത്. നമ്മൾ തന്നെ ഈ ഒരു ടൈമിൽ തന്നെ ഇത് പുറത്തുവിടുമ്പോൾ അതിൻ്റെ റീച്ച് വേറെയാണ് എന്നത്
സമൂഹത്തിന് മനസ്സിലാവും. ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു ഷോ കാണികളുടെ ഹരമാകുന്നത് നമ്മൾ ഫുട്ബോളും ക്രിക്കറ്റും മാച്ചുകളും കാണുന്ന അതേ രീതിയിലല്ല എന്നതുകൊണ്ടാണ്. നമ്മൾ റിയാലിറ്റിയെ ടച്ച് ചെയ്യുന്ന ഒരു വൈകാരിക മുഹൂർത്തം എന്നും ബിഗ് ബോസ് ഷോയിൽ ഉണ്ടായിരുന്നു. പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഞാൻ 8-6 പേരിൽ അതിൽ കുറച്ച് പേരെ 16 പേരെങ്കിലും ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ നിഗമനം. ഞാൻ തന്ന പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഒരുപാട് പേരെ ഇനിയും കാണേണ്ടി വരുമെന്നതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അതിലേക്ക് നമുക്ക് പറയുന്നതിന് മുമ്പ് നമ്മൾ ചെയ്ത എത്രാമത്തെ പ്രഡിക്ഷൻ ലിസ്റ്റ് ആണ് എന്നും കൂടി അറിയട്ടെ. നമ്മൾ ചെയ്തത് 16 പേരെയാണ്. അതിലും കൂടുതൽ പേരെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് അൺകോച്ചബിൾ. ആ ഒരു വീഡിയോ ചെയ്തത് മറ്റൊരു വ്യക്തിയാണ്. ആ വ്യക്തിയിലേക്കും കൂടി പോയി നമുക്ക് തിരിക്കാം. ദാറ്റ് ഈസ് ബിഗ് ബോസ്. ബിഗ് ബോസിൽ ഇനിയും ആൾക്കാരുകളുണ്ട്. സോ ബിഗ് ബോസ് മലയാളം സീസൺ 8 മലയാളി പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുകയാണ്. സീസണിംഗ് സീസണിലേക്ക് വരാൻ പോകുന്ന സെലിബ്രിറ്റി കണ്ടസ്റ്റൻസ് ആരൊക്കെയെന്നറിയാൻ പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു നീണ്ട സെലിബ്രിറ്റികളുടെ ലിസ്റ്റ് തന്നെയാണ് എത്തിക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു സീസണിലേക്ക് ആരൊക്കെ വരണം, ആരൊക്കെ കുറച്ച് പ്രഡിക്ഷൻസാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഓൺലൈൻ മീഡിയ ഇന്റർവ്യൂർ ആയിട്ടുള്ള മോഡലും ആക്ട്രസും ശ്രീലക്ഷ്മി മോണിറ്റ, സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ഫസ്മീന സഖി, സോഷ്യൽ മീഡിയ റീൽ ക്രിയേറ്റർ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ക്രിയേറ്ററും ഇന്റർവ്യൂറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള റാഷിദ, യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ശരത് ടോക്കിലെ ശരത് നോയി, റേഡിയോ ജോക്കി ആയിട്ടുള്ള RJ അഞ്ജലി, LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്നും ട്രാൻസ് വുമൺ ആയിട്ടുള്ള സീരിയൽ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള എല്ലാവരും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും അസിസ്റ്റന്റ് പ്രൊഫസർ നമുക്ക് പരിചയമുള്ള ജേക്കബ്, മ്യൂസീഷ്യനും സിംഗറും ഒക്കെ ആയിട്ടുള്ള ഇഷാൻ ദേവ്, ഫിറ്റ്നസ് ട്രെയിനർ ആയിട്ടുള്ള മുബീന, പരിചയക്കാരല്ല, ചിലവരെ അറിയാം, ലാമി ഗംഗ, ഡാൻസർ ആയിട്ടുള്ള അനിൽകുമാർ, ഫുഡ് ബ്ലോഗർ ആയിട്ടുള്ള ആൽ ഫുഡീസിലെ സൂരജ് ട്രിവാൻഡ്രം, കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ഹംഗ്രി മഹി, തട്ടിമുട്ടി, അതുപോലെ തന്നെ സീരിയൽ ഫെയിം സിദ്ധാർത്ഥ്, കഴിഞ്ഞ സീസണിൽ PR ആയിട്ടുള്ള പിന്നു വിജയ്, സീനിയർ ആർട്ടിസ്റ്റ് കാറ്റഗറിയിൽ സീരിയൽ മേഖലയിൽ നിന്നും നീന കുറുപ്പ്, ആക്ടർ ആങ്കർ ഒക്കെ ആയിട്ടുള്ള തനുജ് മേനോൻ, ആങ്കറും ആക്ട്രസ് ഒക്കെ ആയിട്ടുള്ള ബേബി അശ്വതി, യൂട്യൂബർ ആയിട്ടുള്ള കടൽ മച്ചാൻ ബിജു സോബാൻ മൗനരാഗം ഐശ്വര്യ റാംസായി, ആക്ട്രസും കഴിഞ്ഞ ഇലക്ഷൻ കാൻഡിഡേറ്റുമായിട്ടുള്ള അഞ്ജലി നായർ, ആർട്ടിസ്റ്റ് കാറ്റഗറിയിൽ സാജൻ സൂര്യ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആക്ട്രസും തമിഴ് തെലുങ്ക് ബിഗ് ബോസുകളിൽ പങ്കെടുത്തിട്ടുള്ള ഐഷ സീനത്ത്, സീനിയർ ആക്ടർ ആയിട്ടുള്ള ആദിത്യൻ ജയൻ, യങ് ആക്ട്രസ് ആയിട്ടുള്ള മൃദുല വിജയ്, ദൃശ്യം ഫെയിം യങ് ആക്ടർ ആയിട്ടുള്ള റോഷൻ ബഷീർ, സിനി സീരിയൽ മേഖലയിൽ സീനിയർ ആക്ട്രസ് ആയിട്ടുള്ള മീര വസുദേവ്, ആങ്കറും സ്റ്റാർ മാജിക് ഫെയിമുമായിട്ടുള്ള ലക്ഷ്മി നക്ഷത്ര, ബ്ലോഗറും ആങ്കറുമായിട്ടുള്ള കാർത്തിക്, സോഷ്യൽ ആക്ടിവിസ്റ്റ്, കമന്റേറ്റർ, അതുപോലെ രാഹുൽ. അടുത്തത് ടീച്ചറും ആക്ടിവിസ്റ്റും ശ്രീലക്ഷ്മി അറക്കൽ, സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ, ലൈവ് സ്ട്രീമർ ആയിട്ടുള്ള തൊപ്പി, കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള അർജുൻ, അതുപോലെ തന്നെ വൈഫ് ആയിട്ടുള്ള അപർണയും വന്നിട്ട് ഒരു കപ്പിൾ എൻട്രിയും തള്ളിക്കളയാൻ സാധിക്കില്ല. അടുത്തത് LGBT കമ്മ്യൂണിറ്റിയിൽ നിന്നും ജാസി അഷി, അടുത്തത് സോഷ്യൽ മീഡിയ ജാസിയുടെ ബദ്ധ ശത്രുവായിട്ടുള്ള ഹെലനോസ് ക്രിയേറ്റർ ധന്യ, സീനിയർ ആക്ട്രസ് ആയിട്ടുള്ള രേഖ രതീഷ്, സീരിയൽ പ്ലെയറും കഴിഞ്ഞ ഇലക്ഷൻ കാൻഡിഡേറ്റുമായിട്ടുള്ള വിവേക് ഗോപൻ, സീരിയൽ വെബ് സീരീസ് ആക്ടർ ആയിട്ടുള്ള ജീവൻ ഗോപാൽ, കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള പ്രണവ് കൊച്ചു, ആങ്കറും കണ്ടന്റ് ക്രിയേറ്ററുമായിട്ടുള്ള അപർണ തോമസ്, അടുത്തത് കണ്ടന്റ് ക്രിയേറ്ററും MPDക്ക് തലവെച്ച് കൊടുത്ത് ഫേമസ് ആയ സഞ്ജു ടെക്കി, ആങ്കറും ഇന്റർവ്യൂറുമായിട്ടുള്ള പാർവതി ബാബു, യങ് ആക്ടർ CCL പ്ലെയർ ആയിട്ടുള്ള ക്രിസ്റ്റി സെബാസ്റ്റ്യൻ, സ്റ്റാർ മാജിക് ഫെയിം സീരിയൽ ആക്ട്രസ് ഫിറ്റ്നസ് മേഖലയിൽ നിന്നും ജസീല പർവീൻ, അടുത്തത് സ്റ്റാർ മാജിക് ഫെയിം സിറ്റ്കോം സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള അമൃത നായർ, മൗനരാഗം സീരിയൽ ഫെയിം നലീഫ്, തമിഴ് മലയാളി സിംഗർ ആയിട്ടുള്ള ശിവാംഗി കൃഷ്ണകുമാർ, ആങ്കറും ഇന്റർവ്യൂറുമായിട്ടുള്ള മീര അനിൽ, കൊല്ലം സുധി, രേണു സുധി ഫാമിലി, കിച്ചു സുധി. അടുത്തത് കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ശൈത്യ സന്തോഷിന്റെ അമ്മയായിട്ടുള്ള ആക്ട്രസ് ഷീന സന്തോഷ്,
മീഡിയ പേഴ്സൺ, ഇന്റർവ്യൂവർ, ആക്ടർ ആയിട്ടുള്ള ഹൈദർ അലി, ആർട്ടിസ്റ്റ് കാറ്റഗറിയിൽ സ്വാന്തനം സീരിയൽ ഫെയിം കണ്ണൻ എന്നറിയപ്പെടുന്ന അച്ചു സുഹൻ, സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ, റീൽ ക്രിയേറ്റർ ആയിട്ടുള്ള തുമ്പി എന്നറിയപ്പെടുന്ന ഷിംന, അടുത്തത് ആങ്കർ കോമഡി കുക്ക് ഫെയിമുമായിട്ടുള്ള ടിങ്കിൾ ശ്രീധർ, മോഡൽ കഴിഞ്ഞ് തമിഴ് ബിഗ് ബോസ് സീസൺ ഫെയിമുമായിട്ടുള്ള അപ്സര CJ, സീനിയർ ആക്ട്രസ് ആയിട്ടുള്ള സോന നായർ, ആങ്കറും ആക്ട്രസുമായിട്ടുള്ള ആലിസ് ക്രിസ്റ്റി, മോഡലും ആക്ട്രസും ഫിറ്റ്നസ് മേഖലയിൽ നിന്നും സൗമ്യ VS, അടുത്തത് കേരള ഫസ്റ്റ് എക്കോ ഫ്രണ്ട്ലി ബ്രാൻഡ് ഫൗണ്ടർ ആയിട്ടുള്ള ആകാശ് അഖിലേഷ്. സോ ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാൻ സാധ്യത കൽപ്പിക്കുന്ന ഈ ഒരു നീണ്ട നിരയിലുള്ള സെലിബ്രിറ്റികളിൽ നിന്ന് നിങ്ങൾക്ക് ആര് വരണമെന്നാണ് താല്പര്യമെന്നൊക്കെ കമന്റിൽ അറിയിക്കുക. അപ്പോൾ കൂടുതൽ അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഇതിലൊക്കെ ആര് വരുമെന്ന് നിങ്ങൾ തന്നെ കമന്റ്. നമ്മൾ പറഞ്ഞിട്ട് ഇത്ര എണ്ണം വരെ 25, 26, 30 ആൾക്കാർ ഉണ്ടാവാൻ സാധ്യത, 28 പേർ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടാവും. കുറേ പേരുണ്ടാവും. ഇതിലധികം പേരാണ് കാണുന്നത്. പറഞ്ഞവരെ തന്നെ വീണ്ടും 16 ഉണ്ട്. 16 കഴിഞ്ഞ് കുറച്ച് പോയ ഒരു 25 പേരെങ്കിലും ഈ പറയുന്ന കൂട്ടത്തിലുണ്ടാവും. 25 പേര് കാറ്റഗറിയിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. ഇനി പിന്നെ പുറത്ത് പോയിട്ട് തിരിച്ചു വരുന്ന ചില അതിഥികളുണ്ടല്ലോ, അതിൽ കൂട്ടിൽ 28 എണ്ണമെങ്കിലും ഇപ്രാവശ്യം ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന മത്സരാർത്ഥികളായിക്കോട്ടെ. അതൊക്കെ തന്നെയാണ്. അപ്പം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ മൊത്തം പ്രൊഫഷണലായിട്ട് കൊണ്ട് നടക്കുക തന്നെയാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് പുറത്താണ് നമ്മൾ ഒരുപാട് സഹിക്കപ്പെടുക. അതിൻ്റെ ഇമ്പാക്റ്റ് കുറച്ച് കാലമേ അത് നമ്മൾ ആഘോഷിക്കപ്പെടുകയുള്ളൂ. അത് സാധാരണക്കാരാവാം, സെലിബ്രിറ്റികളാവാം, യൂട്യൂബേഴ്സാവാം, നമ്മളെപ്പോലുള്ള രാഷ്ട്രീയ പൊളിറ്റിക്സറാവാം, കുക്കറാവാം, കുക്ക് ഷെഫാവാം, എല്ലാ മേഖലകളിലുള്ള തത്വചിന്തകരാവാം. എല്ലാവർക്കും ഈ ഷോയിലൂടെ ഒരു വെൽക്കം എൻട്രി നടത്താവുന്നതേ ഉള്ളൂ. പുറത്ത് പോവിനെ കുറിച്ചല്ല, നമ്മൾ ആ ഇരിക്കുന്ന നിമിഷങ്ങളിൽ എത്ര നേരം നമ്മൾ ജനങ്ങളെ എൻജോയ് ചെയ്യിപ്പിച്ചു എന്ന്, എത്ര സമയം നിങ്ങളെ കണ്ടിരുന്നു എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട ഷോയുടെ ക്രെഡിബിലിറ്റി. ഷോയുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരിക്കലും ഇനി ഈ ഷോകളിൽ ഉണ്ടാകാൻ പാടില്ല. ഈ ഷോയിൽ നിന്ന് ഒരുപാട് നെഗറ്റീവുകൾ പുറത്തുവിട്ട ബിഗ് ബോസ് ഷോകളാണ്. ഇതിപ്പോൾ സീസൺ 8 ആകാൻ പോകും. സീസൺ 7 രോഷം തന്നെ ഇന്നും അവസാനിക്കുന്നില്ല. അപ്പം ഇത് കടുപ്പിക്കുക. ഓരോ ഷോ കഴിയുമ്പോഴും ആ പഴയ ഷോയുടെ കാഠിന്യം കൂടി ഈ ഷോയെ തകർക്കുകയാണ്. പാടില്ല. ആ പഴയ ഷോ കഴിഞ്ഞ ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ തന്നെ ഈ ചാപ്റ്റർ വന്ന് തട്ടാൻ പാടില്ല. ദാറ്റ് ഈസ് അൺകോഴ്സൺ ആക്ഷൻസ്. അതായത് നമ്മൾ പ്രെഡിക്റ്റബിൾ അല്ലാതെ ചെയ്യുന്ന ചില സാഹചര്യ തെറ്റുകളാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. ഒരുപാട് ഭവിഷ്യത്ത് ഇതിലുള്ള കണ്ടസ്റ്റൻസ് അനുഭവിക്കേണ്ടി വരും. ഈ ഷോ ഒരു ജനറലി കോമഡി ഷോ ഒന്നുമല്ല. ഇത് അടിപൊളി സീരിയസ് ഷോ ആണ്. ഈ ഷോയിൽ പ്രഗത്ഭരാരാണ് ഇതിനെ സ്പോൺസർ ചെയ്യുന്നത്. ഏഷ്യാനെറ്റും അതിന് മേഖലയുള്ള പഴയ സ്പോൺസറൊക്കെ പോയപ്പോൾ പുതിയൊരു ഷോ ആയി മാറുകയാണ് സീസൺ. അതുകൊണ്ട് തന്നെ ആ ഒരു ജഡ്ജ്മെൻറ്റ് തെറ്റുന്നില്ല. സമൂഹ മാധ്യമങ്ങളിൽ ബിഗ് ബോസ് ഷോയുടെ ഗെയിം സ്ട്രാറ്റജി എന്ന് പറയുന്നത് മുഖംമുടി കീറുന്നതിനെ കുറിച്ചാണ്. നമ്മുടെ മുഖംമുടി പറിച്ചെടുക്കുന്ന ഒരു ഭാവത്തിലാണ് ഈ ഷോ നമ്മുടെ മുന്നിൽ എത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വൈകാരികമായി ഈ ഒരു ആൾക്കാരുകളെ നമ്മൾ കാണുന്നു, കേൾക്കുന്നു, പറയുന്നു. പക്ഷേ ആര് എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിൽ പണ്ടു. വിന്നർ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം അതാണ് സക്സസ്. ഇപ്രാവശ്യത്തെ മെസ്സിയുടെയും പോർച്ചുഗലിൻ്റെയും ഒക്കെ പോരാട്ടത്തെ വീര്യങ്ങളുടെ ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു. ആ സ്ട്രാറ്റജിയൊക്കെ ജനങ്ങളെ മുന്നിൽ പൊളിഞ്ഞ് മറ്റൊരു ലാലാൽ വളർന്നില്ലേ. അതുപോലെ തന്നെ പകരക്കാരനല്ലാത്ത പ്രതിയോഗം. പകരക്കാരനാണ് എന്നും രാജാവാകും. അവരാണ് സമൂഹ മാധ്യമങ്ങളിലെ
ചർച്ചയിലേക്ക് വരുന്നത്. ആ ചർച്ചയിലാണ് ഈ ബിഗ് ബോസ് 8 എന്ന് പറയുന്ന കാര്യം ഉണ്ടാകുന്നത്. ഞാൻ പറയുന്നത് ഈ ഷോ നിങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ്. കാണുന്ന ജനങ്ങളും അതിലലേണ്ട, കേൾക്കുന്ന നമ്മളും പറയുന്ന നമ്മളും കേൾക്കുന്ന കാണുന്ന നിങ്ങളും അലേണ്ട. കാരണം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന എല്ലാ പ്രശ്നങ്ങളും ബിഗ് ബോസിന്റെ കാരണത്തിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ആ അലിഗേഷൻസ് ഒക്കെ ഇങ്ങനെ ഓരോ രേണു സുതി വരെ ഇങ്ങനെ എത്തി നിൽക്കുന്ന, കൗണ്ടർ ചെയ്യേണ്ട ഓരോ അലിഗേഷൻസിന്റെ താളവും തെറ്റിക്കുന്ന ഒരു അത്യാധുനിക നിമിഷങ്ങളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഓഫ് ഡേഞ്ചേഴ്സ് സിറ്റുവേഷൻ എന്നാണ് ഈ കാലഘട്ടത്തിൽ പറയേണ്ടത്. ബട്ട് ബ്ലഡി ഇറ്റ് ഇൻ ദ വാട്ടർ. സംഭവിക്കേണ്ടത് സംഭവിക്കും. താങ്ക്സ്. ബൈ.